നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുരാരി ബാബുവിനെ രാത്രിക്ക് രാത്രി വീട് വളഞ്ഞു പൂട്ടി SIT. ഒരു വിവരങ്ങളും ചോർന്നു പോകരുത് എന്ന ഹൈക്കോടതിയുടെ കട്ടായം നിർദ്ദേശം. CPM-ഉം സർക്കാർ കേന്ദ്രങ്ങളും അറിയാതെ അന്വേഷണ സംഘം പരിപാടി നടപ്പാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഡമ്മി മാത്രം. വമ്പന്മാരിലേക്കുള്ള പേരുകളുടെ ഉറവിടം ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ്. ആ തല തന്നെയാണ് SIT തൂക്കിയിരിക്കുന്നതും. അറസ്റ്റ് നടപടിയിൽ വിറച്ച് CPM കേന്ദ്രങ്ങൾ പരക്കം പായുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ കാലങ്ങളായി കളമൊരുക്കി വരികയായിരുന്നു മുരാരി ബാബു. അതായത് അയ്യനെ കൊള്ളയടിക്കാൻ ദേവസ്വം ബോർഡിന്റെ മേൽത്തട്ടിൽ എത്താൻ പല കളിയും കളിച്ചു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നതായിരുന്നു. പക്ഷേ അയ്യപ്പൻ പണി കൊടുത്തു, അടപടലം തൂക്കി SIT ചെക്ക് വെച്ചു. അടുത്ത അറസ്റ്റ് ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു ആകാനാണ് സാധ്യത. അതും കഴിഞ്ഞ് കടകംപള്ളിയിലേക്കെന്ന് ഇപ്പോൾ പലരും വ്യക്തമാക്കുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റിൽ ഭയപ്പെട്ട് കഴിയുന്ന മറ്റൊരാളുണ്ട്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മുരാരി ബാബുവുമായി വളരെ അടുപ്പമുള്ളയാളാണ് കടകംപള്ളി. മന്ത്രിയായിരിക്കെ സുരേന്ദ്രന്റെ ശിങ്കിടിയായിരുന്നു മുരാരി. ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കടകംപള്ളിക്ക് വേണ്ടപ്പെട്ടവൻ. ഇനി തന്റെ വീട്ടുമുറ്റത്തേക്കാണോ SIT ഇരച്ചെത്തുന്നത് എന്ന ഭയത്തിലായിരിക്കും കടകംപള്ളി എന്ന് വിശ്വാസികൾ തന്നെ ബോംബ് പൊട്ടിച്ചു. കടകംപള്ളിയുടെ വീട്ടിൽ SIT റോന്തു ചുറ്റുന്നത് നല്ലതായിരിക്കുമെന്നും അങ്ങേര് പേടിച്ച് കേരളം വിടാൻ സാധ്യതയുണ്ടെന്നുമാണ് പലരും തുറന്നടിക്കുന്നത്. മുരാരി ബാബുവിന്റെ ഫോൺ കോളുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. തുടർന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കടകംപള്ളി മന്ത്രിയായിരുന്ന കാലത്ത് മുരാരി ബാബുവുമായി എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പണിപ്പാലും വെള്ളത്തിൽ കിട്ടും. ശബരിമല വിഷയത്തിൽ തിടുക്കപ്പെട്ട് ഒരു ചർച്ചയ്ക്കും നിൽക്കരുതെന്നാണ് CPM നേതാക്കൾക്ക് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങാനിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിലേക്കും ചെന്ന് ചാടരുതെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിൽക്കരുതെന്നും നിർദ്ദേശം. ശബരിമലയിൽ കടകംപള്ളിയുടെ പേരിൽ വരുന്ന വാർത്തകളിൽ ആരും പ്രതികരിക്കാൻ നിൽക്കരുതെന്നും അണികളോട് AKG സെന്ററിൽ നിന്ന് മുന്നറിയിപ്പ് പോയിരിക്കുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് CPM-നെ പൊള്ളിക്കുന്നുണ്ട്. കാരണം CPM നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് മുരാരി ബാബു. ഇത്രത്തോളം വലിയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെയും വിമർശനങ്ങൾ വരുമ്പോഴും പാർട്ടിക്കെതിരെയും വിമർശനം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് കടകംപള്ളി വാ തുറക്കാത്തത്? അതായത് തന്റെ കാലത്ത് നടന്ന കൊള്ളയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മൗനം ഭജിക്കുകയാണ് കടകംപള്ളി. പലതും ഭയക്കാനുള്ളത് കൊണ്ടാണ് കടകംപള്ളി മിണ്ടാത്തത് എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ ശക്തമാകുന്നത്. ബുധനാഴ്ച രാത്രി 10-ന് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരാരി ബാബുവിനെ വ്യാഴാഴ്ച റാന്നി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രധാന അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഇടനിലക്കാരൻ മാത്രമാണെന്നും ഹൈക്കോടതിക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ വിശാലമായ അന്വേഷണത്തിന് SITക്ക് ഹൈക്കോടതി പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തത്. തുടർന്നാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ തൂക്കിയിരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച പാളികൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തിരിമറി മുരാരി ബാബു നടത്തിയത്? ആർക്ക് വേണ്ടിയാണ്? ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ SITക്ക് മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം മുരാരി ബാബു ഉത്തരം പറഞ്ഞേ മതിയാകൂ. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ചില തിരിമറികൾ നടന്നത് പുറത്തു വന്നപ്പോൾ അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ദേവസ്വം ബോർഡ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ചെയ്ത വെറും ഒരു കളി മാത്രമാണ്. കാരണം മുരാരി ബാബുവിന് മാത്രമല്ല ഇതിൽ പങ്കുള്ളത്. ദേവസ്വം ബോർഡിന്റെ പല ഉന്നതന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. 2019 ജൂൺ 17-നാണ് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നത് ചെമ്പ് തകിടാണെന്ന് രേഖപ്പെടുത്തി മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയത്. തുടർന്ന് സ്വർണം പൂശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകുകയായിരുന്നു. 2024
2004 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നപ്പോഴും ദ്വാരപാലക ശില്പങ്ങളിലെ അടുത്ത അറ്റകുറ്റപ്പണിക്കും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൈമാറാനായിരുന്നു മുരാരി ബാബുവിന്റെ ശുപാർശ. അതായത് എല്ലാ സമയത്തും ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് മുരാരി ബാബു നിയോഗിച്ചത്. എന്നാൽ ദേവസ്വം ബോർഡ് ഇത് തള്ളുകയും നേരിട്ട് ചെന്നൈയിൽ എത്തിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സ്വർണം പൂശുന്നതിന് എത്തിക്കുന്നതും മുരാരി ബാബു തന്നെയായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും NSSന്റെയും പ്രിയങ്കരനായ മുരാരി ബാബു. എന്നിട്ടും മുരാരി ബാബുവിനെ വെറുതെ വിടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണ കണ്ണുകളായിരുന്നു ഇതിന് കാരണം. അതായത് ഹൈക്കോടതി കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അടച്ചിട്ട മുറിയിലെ കോടതി നടപടികൾ നിർണായകമായിരുന്നു. കോടതിയുടെ കാർക്കശ്യം ഉദ്യോഗസ്ഥർ നേരിട്ട് മനസ്സിലാക്കി. ഇതോടെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അന്വേഷണം ഒതുക്കാനുള്ള ചിലരുടെ നീക്കവും ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. മുരാരി ബാബുവിലെത്തിയെങ്കിൽ ഇനി മുകളിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. തെളിവുകളെല്ലാം മുരാരി ബാബുവിന് എതിരായിരുന്നു എന്നതാണ് വസ്തുത. ശബരിമല സ്വർണ്ണ കവർച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ മുരാരി ബാബു നടത്തിയത്. 1998 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളാണ് സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടിയിലും തെക്ക് വടക്ക് മൂലകളിലെ തൂണുകളിലും ഉള്ളതെന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നു. എന്നിട്ടും കത്തുകൾ, റിപ്പോർട്ടുകൾ, മഹസറുകൾ എന്നിവയിൽ ചെമ്പ് പാളി എന്ന് എഴുതി ചേർക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോയിട്ട് 39 ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെത്തിച്ചത്. ഇത് വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് മുരാരി ബാബു തിരക്കിയില്ല. പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികൾ തൂക്കം നോക്കുന്നതിലും വീഴ്ച വന്നിരുന്നു. പാളികൾ ക്ഷേത്ര സന്നിധിയിൽ നവീകരിക്കാമായിരുന്നു, അതുണ്ടായില്ല. പകരം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ പണി ഏൽപ്പിക്കുന്നുവെന്ന് പോറ്റി അറിയിച്ചിട്ട് എതിർത്തില്ല. തന്ത്രി പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല. ഇത് മുരാരി ബാബു മറച്ചുവെച്ചാണ് പുറംപണിക്ക് ഒത്താശ ചെയ്തതെന്ന് ദേവസ്വം വിജിലൻസ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസറായി ശബരിമലയിലെത്തി. അപ്പോഴാണ് ദ്വാരപാലക ശില്പം വീണ്ടും പുറത്തേക്ക് പോയത്. അതായത് ഗുരുതര വീഴ്ചകൾ ആദ്യഘട്ടത്തിൽ മുരാരി ബാബു വരുത്തിയിരുന്നു. എന്നിട്ടും ഇയാളെ പുറത്താക്കാതെ വീണ്ടും ഉന്നത പദവി കൊടുത്ത് അകത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൊള്ളക്കാരന്റെ കൈകളിലേക്ക് ശബരിമലയുടെ കാര്യങ്ങൾ കൊണ്ട് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അത് ദേവസ്വം ബോർഡ് അത് അറിയാതെ ചെയ്യില്ലല്ലോ. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ വലിയ നീക്കങ്ങളും വെട്ടിപ്പും തട്ടിപ്പുമാണ് ശബരിമലയിൽ നടന്നതെന്ന് SITയും കണ്ടെത്തിയിട്ടുണ്ട്. ഹരിപ്പാട് ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന മുരാരിയെ ബോർഡ് വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളിലൂടെയായിരുന്നു. സ്വർണം നഷ്ടപ്പെട്ട ചെമ്പ് പാളിയാണ് പണിക്ക് നൽകിയത് എന്നാണ് മുരാരി ബാബുവിന്റെ വിശദീകരണം. പക്ഷേ സ്വർണം നിർമ്മാണ രംഗത്തെ വിദഗ്ധർ ഇത് തള്ളിക്കളയുകയാണ്. സ്വർണം മോഷ്ടിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും സമ്മതിച്ചു. ഇതോടെ മുരാരി ബാബു നിശബ്ദതയിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. അറസ്റ്റ് ഉറപ്പാകുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് NSSും മുരാരി ബാബുവിനെ കൈവിട്ടത്. മുരാരി ബാബു അന്വേഷണ സംഘത്തിനു മുന്നിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പല വമ്പന്മാരും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടും എന്നാണ് SITയുടെ വിശ്വാസം. തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഭവിച്ചതെല്ലാം തുറന്നു പറയാൻ മുരാരി ബാബു തയ്യാറായിട്ടുണ്ട്. കുടുങ്ങുകയാണെങ്കിൽ ഒറ്റയ്ക്ക് കുടുങ്ങില്ല, എല്ലാവരെയും കുടുക്കിയിട്ടേ പോകൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുരാരി ബാബു. തട്ടിപ്പിൽ ഉൾപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രതി ചേർത്ത 9 പേരും ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണ വലയത്തിലാണ് ഇപ്പോഴുള്ളത്. ആരും ഒളിവിലല്ല എന്നും അന്വേഷണ സംഘം ഉറപ്പാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഭരണാധികാരികളായിരുന്നവർക്കെതിരെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മുരാരി ബാബുവിന്റെ അറസ്റ്റ് അതിനുള്ള സാധ്യതകളിലേക്ക് കൂടിയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടന്നിട്ടും ഇപ്പോഴും ദേവസ്വം ബോർഡ് കൈമലർത്തുകയാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാം ഉദ്യോഗസ്ഥർ ചേർന്ന് ചെയ്തതാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P. പ്രശാന്ത് ചില ന്യായങ്ങൾ പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി കൃത്യമായി ദേവസ്വം ബോർഡിനും പ്രസിഡന്റിനും ഒക്കെ പൂട്ടിട്ടിട്ടുണ്ട്.
ശബരിമല ക്ഷേത്രത്തിലെ ആസൂത്രിതമായ സ്വർണ്ണത്തട്ടിപ്പിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രധാന പ്രതിയെന്ന് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശ്രീകോവിലിലെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും ഉത്തരവാദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നുള്ള ഹൈക്കോടതി നിരീക്ഷണമാണ് ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇടപെട്ട തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ദേവസ്വം ബോർഡ്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയെയും അറിയിക്കാത്തതിന് എക്സിക്യൂട്ടീവ് ഓഫീസർ, ലോ ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ എന്നിവർ വിശദീകരണം നൽകണമെന്നാണ് ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശബരിമല ശ്രീകോവിലിലെ അറ്റകുറ്റപ്പണികൾക്ക് തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ എന്നിവർ ഉത്തരവാദികളാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് ആദ്യം അറിയിക്കേണ്ടത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നടന്ന തട്ടിപ്പുകൾ ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാദം. ദ്വാരപാലക ശില്പപാളികളിൽ പ്ലേറ്റിംഗിന് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ടത് ബോർഡല്ല എന്നും ഉദ്യോഗസ്ഥരാണെന്നുമുള്ള പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാദവും ഇതോടെ പൊളിയുകയാണ്. ദേവസ്വം ബോർഡിന് വീഴ്ചയില്ലെന്ന് വാദിച്ച മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും പ്രതിരോധം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളിലൂടെ തകർന്നിട്ടുണ്ട്. അതായത് വലിയ കൊള്ള അവിടെ നടന്നിട്ടും ദേവസ്വം ബോർഡും സർക്കാരും മന്ത്രിയും എല്ലാം കൈമലർത്തുകയാണ്, ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ ആരെയും വിടാൻ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും അടപടലം പൂട്ടാണ് വീഴുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.